വിശുദ്ധമായ ബറാഅത്ത് രാവ് ശനിയാഴ്ച രാത്രിയിലാണ്. ഞായറാഴ്ചയായിരിക്കും ബറാഅത്തിൻ്റെ നോമ്പ് ഇൻഷാ അല്ലാഹ്. നിസ്ഫു ഷഅബാനിൻ്റെ പകുതിയാണ്. അള്ളാഹു ഒരു വർഷത്തേക്ക് മനുഷ്യരുടെ തഖ്ദീറുകൾ എഴുതി വെക്കാൻ മലക്കുകളോട് ആവശ്യപ്പെടുന്ന ദിവസമാണത്. മനുഷ്യൻ്റെ റിസ്ഖ്, മനുഷ്യൻ്റെ അമലുകൾ, എല്ലാ കാര്യങ്ങളും അള്ളാഹു രേഖപ്പെടുത്താൻ വേണ്ടി പറയും. ആ രേഖപ്പെടുത്തിയത് മലക്കുകൾക്ക്, ഓരോ മനുഷ്യരുടെയും മുവക്കലായ ആളുകൾക്ക് ഏൽപ്പിക്കപ്പെടുന്ന സമയമാണ് വിശുദ്ധമായ 27-ാം രാവിൻ്റെ ലൈലത്തുൽ ഖദറിൻ്റെ ദിവസം നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ഈമാനും അമലുസ്വാലിഹും റിസ്ഖും ഹുസ്നുൽ ആഖിബത്തും ഹുസ്നുൽ ഖാത്തിമത്തും ചോദിക്കേണ്ട ഒരു രാത്രിയാണ്, ഒരു രാവാണ് ബറാഅത്തിൻ്റെ രാവ്, ശനിയാഴ്ച രാത്രി. അതുകൊണ്ട് മഹാന്മാരൊക്കെ നിർദ്ദേശിച്ചത് 3 യാസീൻ നമ്മൾ ഓതുന്നു. ഒന്ന് റിസ്ഖിൽ ബറക്കത്തുണ്ടാവാൻ വേണ്ടി, രണ്ടാമത്തെ ഒരു യാസീൻ നമ്മുടെ ആയുസ്സിൽ ബറക്കത്തുണ്ടാവാൻ വേണ്ടി, മൂന്നാമത്തേത് ഹുസ്നുൽ ഖാത്തിമ, മരിച്ചു പോകുമ്പോൾ നല്ല നിലക്ക് ദുനിയാവിൽ നിന്ന് മരിച്ചു പോവാൻ, ഈമാനോടുകൂടെ മരിച്ചു പോകാൻ വേണ്ടിയിട്ട്, ഈമാൻ സലാമത്താവാൻ വേണ്ടിയിട്ട് വിശുദ്ധമായ സൂറത്തു ദുഖാൻ നോദൽ പ്രത്യേകമായ പുണ്യമാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക ഇന്ന കുന്ന മുൻദിരീൻ. വളരെ പവിത്രമായൊരു രാത്രിയിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് പറയുന്നത് ലൈലത്തു നിസ്ഫി മിൻ ഷഅബാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന് മുഫസ്സിരീങ്ങൾ അതിന് വ്യാഖ്യാനം കൊടുത്തത് കാണാൻ കഴിയും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ച ബറാഅത്തിൻ്റെ നോമ്പനുഷ്ഠിക്കണം. അതിൻ്റെ തലേ രാത്രി, ശനിയാഴ്ച അസ്തമിച്ച ഞായറാഴ്ച രാവ്, എന്താ പറയുക, ശനിയാഴ്ച അസ്തമിച്ച രാത്രി, ആ രാത്രിയിൽ നമ്മൾ ഈ 3 യാസീനോദനം, ഖുർആൻ വർദ്ധിപ്പിക്കുക, കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം ഒരുമിച്ചിരുന്നിട്ട് ഈ അദ്കാറുകളും ദിക്റുകളും യാസീനും ഒക്കെ ഒരുമിച്ച് ഓതുക. ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യാം, മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കട്ടെ, അള്ളാഹു ഖൈർ ചെയ്യട്ടെ, അള്ളാഹു സംരക്ഷണം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.